നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ കളിക്കായിരിക്കും, ചിലപ്പോൾ പഠിക്കായിരിക്കും, ക്ലാസ്സിലായിരിക്കും, അങ്ങനെ പല കാര്യത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഓടി വന്നിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ പറയാണ്, അള്ളാഹുവേ, ഞാൻ ഇതുവരെ ചെയ്തിരുന്ന കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഗെയിം കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ വേറെ കൂട്ടുകാരൊപ്പം, അതൊക്കെ എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വന്നതാണ്. ഇപ്പോൾ നീ മാത്രമേ വലുതുള്ളൂ, മറ്റേതൊന്നും വലുതല്ല. ഈ മനസ്സോട് കൂടിയാണ് നമ്മൾ തെക്കുബീർ കെട്ടേണ്ടത്. നമ്മളെ പ്രശ്നം എന്താ? നമ്മളിങ്ങനെ തെക്കുബീർ കെട്ടിയിട്ട് നമ്മൾ അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അവനോട് വർത്താനം പറഞ്ഞത്, ക്ലാസ്സിലുണ്ടായ സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന ഗെയിം, കാണുന്ന ഷോർട്സ്, ഇങ്ങനെ കുറേ ആലോചനക്കാർ നമ്മുടെ മനസ്സിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആലോചിക്കുക എന്താ, നിസ്കാരം കഴിഞ്ഞിട്ട് എവിടേക്കാ പോകാനുള്ളത്, എന്താ ചെയ്യാനുള്ളത്, ഇതൊക്കെ അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് അങ്ങനത്തെ ആലോചനയൊക്കെ ഒഴിവാക്കുക. കാരണം എന്താ, അള്ളാഹു നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മളോട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിനെയല്ല ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലേ, നമ്മൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ അത് പ്ലാൻ ചെയ്യാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആ പ്ലാനിങ് ഒക്കെ നടക്കണമെങ്കിൽ ആര് വിചാരിക്കണം? പടച്ചോൻ വിചാരിക്കണ്ടേ? പടച്ചോൻ വിചാരിച്ചാലല്ല ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ആ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ പടച്ചോൻ എവിടെ നിൽക്കുന്നത്? ആ പടച്ചോൻ നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ പടച്ചോനോട് സംസാരിക്കാതെ, പടച്ചോൻ പറയുന്നത് കാണാതെ നമ്മളെങ്ങനെയാ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാം? അപ്പോൾ ആ മനസ്സോട് കൂടി നിൽക്കുക. ഈ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചാലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.